നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്രസ രംഗത്ത് കാലാനുസൃത മാറ്റമുണ്ടാക്കാനാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നതെന്ന് AP അബ്ദുള്ളക്കുട്ടി. ഉദ്ദേശം മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണമെന്നത് മാത്രമെന്നും അബ്ദുള്ളക്കുട്ടി. ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വിദ്യാലയ അധികൃതർ ജാഗ്രത കാണിക്കണം. കഴിഞ്ഞ തവണ ചെലവഴിക്കാതിരുന്നത് 17 കോടിയെന്നും PP ദിവ്യ. വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാൻ പ്രയത്നിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മാസപ്പടി കേസ് കമ്പനികൾ തമ്മിലുള്ള വിഷയമെന്ന് MV ഗോവിന്ദൻ. മദ്രസകൾക്കെതിരെയുള്ള നടപടി ഭരണഘടനാ വിരുദ്ധം. ഫലം മതധ്രുവീകരണമെന്നും ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്ന വിവാദമുണ്ടായത് കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ഒരു നിർദ്ദേശത്തെക്കുറിച്ച് മാത്രമാണെന്നും ഭാരതീയ ജനതാ പാർട്ടി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. കണ്ണൂരിലെ പള്ളിക്കുന്നിലെ വീട്ടിൽ മദ്രസ വിവാദങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണമെന്ന ആത്മാർത്ഥമായ ഒരു നിർദ്ദേശമായിരുന്നു അത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സമസ്തയിലെ സമദ് പൂക്കോട്ടൂരും MESലെ ഫസൽ ഗഫൂറുമൊക്കെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന ഇറക്കിയത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നോക്കൂ, ഞാൻ മദ്രസയിൽ പോയ ഒരാളാണ്. ഒരു ദിവസം രാവിലെ 7 മണി മുതൽ 8 വരെ മദ്രസയിൽ പോകും. ഞങ്ങൾ കൂടുതൽ സർവീസ് സ്കൂളിലായിരുന്നു, കോളേജിലായിരുന്നു, സർവകലാശാലയിലായിരുന്നു, ലോ അക്കാഡമിയിലായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയാണോ ബംഗാളിലെ മുസ്ലിങ്ങൾക്ക്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹജ്ജിന് അപേക്ഷ പോയത് എവിടുന്നാണെന്നറിയോ? 24,000 ആളുകൾ ഗുജറാത്തിൽ നിന്ന്, നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന്. എന്താ അർത്ഥം? ഹജ്ജിന് നല്ല സമ്പത്തുണ്ടാക്കിയ പോയിട്ടുള്ളൂ. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരാണ്, വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുന്നു. എന്നാൽ 17,000 ആളുകൾ ഹജ്ജിന് പോകാൻ യോഗ്യതയുള്ള പശ്ചിമ ബംഗാളിൽ നിന്ന് 5,000 അപേക്ഷകളേ ഉള്ളൂ. എന്താ കാണിക്കുന്നത്? ദരിദ്രരാണ്. കേരളത്തിലെ മുസ്ലിം കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രവർത്തിച്ച സംഘടനയാണ് MES എന്ന് ഫസൽ ഗഫൂർ ഓർക്കണമായിരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അവസ്ഥയല്ല നോർത്ത് ഇന്ത്യയിലെ മദ്രസകളുടേത്. അവിടെ രാവിലെ മുതൽ രാത്രി വരെ കുട്ടികൾ മദ്രസയിലാണ്. UPയിൽ യോഗിയും ആസാം മുഖ്യമന്ത്രിയും ഒക്കെ ഇതിന് മാറ്റമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഒരു മൈനോറിറ്റി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളോട് പറഞ്ഞത് നിങ്ങളൊരു കയ്യിൽ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടറും ഏന്തണമെന്നാണ്. എന്നാൽ മാത്രമേ രാജ്യത്തിന്റെ വികസന വഴികൾ വരുന്ന ആളുകളിലൂടെ ചേരാൻ കഴിയുകയുള്ളൂവെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. CAA വന്നപ്പോൾ രാജ്യത്ത് ചിലരുണ്ടാക്കിയ ബഹളം പോലെ തന്നെയാണ് ഇത്. അന്ന് മോദി സർക്കാർ എല്ലാവരെയും പാകിസ്ഥാനിലെ ഓടിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാനിൽ നിന്നും വന്നവർ പോലും കേരളത്തിൽ വരെ പൗരത്വം കൊടുത്തത് നാം കണ്ടില്ലേ എന്ന് അബ്ദുള്ളക്കുട്ടി ചോദിച്ചു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ മദ്രസകളിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിൽ മദ്രസ പഠനത്തിനൊപ്പം ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിച്ചതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. RSSുമായി നടത്തിയ രഹസ്യധാരണയുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയും പാർട്ടിയും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പോലീസിലെയും CPMലെയും സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് അദ്ദേഹം മറുപടി പറയണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി തളിപ്പറമ്പിൽ നടത്തിയ RSS പിണറായി പോലീസ് കൂട്ടുകെട്ടിനെതിരെ ജനകീയ പ്രതിരോധം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PR ഏജൻസിയുടെ താളത്തിനൊത്ത് ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇനിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് അപഹാസ്യമാണെന്നും തൃശൂർ പൂരം കലക്കുവാൻ സംഘപരിവാറിന് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്തത് ADGP ആണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്നിട്ടും ADGP അജിത് കുമാറിനെ സുരക്ഷാ കവചം ഒരുക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് RSSുമായി ഇടത് ഭരണകൂടത്തിനുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS നിയന്ത്രണത്തിലേക്ക് കേരള പോലീസ് സംവിധാനത്തെ എത്തിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം വമ്പിച്ച ജനകീയ പ്രക്ഷോഭത്തെ നേരിടാൻ അദ്ദേഹം തയ്യാറാവേണ്ടി വരുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. ഒരുപാട് ഉപദേശങ്ങൾ നിശ്ചയിച്ചു. എന്തിനാണ് ഇത്രമാത്രം ഉപദേശങ്ങൾ ചെയ്യുന്ന നമ്മളത് തന്നെ ആശങ്കിച്ചതാണ്. വലിയ റെമുനറേഷൻ കൊടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് നിരവധിയായ ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ മാടായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രൻ മാസ്റ്റർ, പള്ളിപ്പുറം പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CK മുനവീർ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാജഹാൻ ഐച്ചേരി നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് ജില്ലാ ട്രഷറർ ഷറോസ് സജ്ജാദ്, സാജിദ TP, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം C മുഹമ്മദ് ഇംതിയാസ്, മണ്ഡലം നേതാക്കളായ SVP ജലീൽ,
സക്കറിയ പഴയങ്ങാടി, ഖാലിദ് കുപ്പം, ഹാരിസ് അജ്മൽ, NM കോയ, നിസ്തർ ചേലേരി, സത്താർ തളിപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ കണ്ണൂർ ഖണ്ഡിന്റെ പഥസഞ്ചലനം നടന്നു. 99 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഴീക്കോട് 3 നിലത്തിൽ നിന്ന് ആരംഭിച്ച് പൂതപ്പാറ സൗത്ത് UP സ്കൂളിൽ സമാപിച്ചു. ധ്വജ ആരോഹണം, പ്രാർത്ഥന, ശാരീരിക പ്രദർശനം തുടങ്ങിയവയ്ക്ക് ശേഷം നടന്ന പൊതുപരിപാടിയിൽ കണ്ടു കാര്യവാഹക് അനൂപ് PP സ്വാഗതം പറഞ്ഞു. ശ്രീറാം ഹോമിയോപ്പതി ക്ലിനിക് ഡോക്ടർ MV ശ്രീറാം അധ്യക്ഷ ഭാഷണം നടത്തി. കണ്ണൂർ വിഭാഗം സേവാ പ്രമുഖ് K പ്രമോദ് പൗതികം നടത്തി. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ള നിരവധി നിങ്ങളെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ കാര്യങ്ങൾ, ആ സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയവും നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബഹുമാനപ്പെട്ട ഇതിമാർക്കെല്ലാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിവേദനം തരാമെന്ന് ഞാൻ പറയുന്നത് ഒരു നോട്ട്. നിങ്ങൾ സംഘടനയും നിങ്ങളുടെ വർഗപരമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൻ്റെ പ്രതികരണങ്ങൾ, അതിൻ്റെ അസൗകര്യങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടി ഒരു നോട്ട് തയ്യാറാക്കി നിവേദനയിൽ വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നോട്ട് തയ്യാറാക്കി തന്നാൽ അത് ഞാൻ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് എൻ്റെ ഇത് യഥാർത്ഥമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും കണ്ടിങ്ങനൊരു കാര്യമുണ്ട്. 2002-നും 2009-നും ഇടയിൽ വ്യക്തമായ രേഖകളോടെ പ്രവർത്തനം ആരംഭിച്ച മുഴുവൻ സോമിൽ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് അനുവദിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. താവക്കര ഹോട്ടൽ ബ്രോഡ്ബീനിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KCN അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ദേവസ്യം മേച്ചേരി, CG ആന്റണി, ജോസഫ് പൈക്കട, പുരുഷോത്തം B പട്ടേൽ, C സുകുമാരൻ, ചന്ദ്രൻ മണിയറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്രസ രംഗത്ത് കാലാനുസൃത മാറ്റമുണ്ടാക്കാനാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നതെന്ന് AP അബ്ദുള്ളക്കുട്ടി. ഉദ്ദേശം മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണമെന്നത് മാത്രമെന്നും അബ്ദുള്ളക്കുട്ടി. ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വിദ്യാലയ അധികൃതർ ജാഗ്രത കാണിക്കണം. കഴിഞ്ഞ തവണ ചെലവഴിക്കാതിരുന്നത് 17 കോടിയെന്നും PP ദിവ്യ. വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാൻ പ്രയത്നിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മാസപ്പടി കേസ് കമ്പനികൾ തമ്മിലുള്ള വിഷയമെന്ന് MV ഗോവിന്ദൻ. മദ്രസകൾക്കെതിരെയുള്ള നടപടി ഭരണഘടനാ വിരുദ്ധം. ഫലം മതധ്രുവീകരണമെന്നും ഗോവിന്ദൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMI-യുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. വീണ്ടും വാർത്തയിലേക്ക്. ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വിദ്യാലയ അധികൃതർ ജാഗ്രത കാണിക്കണമെന്ന് പ്രസിഡന്റ് PP ദിവ്യ. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ, പ്രിൻസിപ്പാൾ, അധ്യാപക രക്ഷാകർതൃ സമിതി അധ്യക്ഷരുടെയും യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ വർഷം 17 കോടി രൂപയാണ് ചിലവഴിക്കാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായി മാറ്റുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കുന്നതിനും അച്ചടക്കം കാത്തുസൂക്ഷിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുക്കും. സ്കൂളിൽ പോയാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ്? അതായത് വളരെ പരിമിതമായ ഫണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ നിരവധിയാണ് സ്കൂളുകളിൽ. ഹയർ സെക്കൻഡറി ഉണ്ടാവും, ഹൈസ്കൂൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ചെറിയ ചെറിയ തർക്കങ്ങൾ രൂപപ്പെട്ടു വരും. തീരുമാനമെടുക്കാതെ നിൽക്കേണ്ട സാഹചര്യം വരും. തീരുമാനമെടുക്കാതിരിക്കുമ്പോൾ എസ്റ്റിമേറ്റ് വൈകും. 1 മാസം എസ്റ്റിമേറ്റ് വൈകി, പിന്നെ ടെൻഡർ ചെയ്തു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, കരാറുകാരന് എഗ്രിമെൻ്റ് വിരിച്ച് വരുമ്പോഴേക്ക് ഏതാണ്ട് ഡിസംബർ ആവും. അതാണ് അവസ്ഥ. പിന്നെയുള്ളത് ആകെ വർക്ക് ചെയ്യാനുള്ള മാസം ജനുവരിയാണ്. അത് ഈ വർഷം ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് യോഗം വളരെ പെട്ടെന്ന് വിളിച്ചത്. ഒരൊറ്റ ആഴ്ച കൊണ്ട് നമുക്ക് ഇനി എസ്റ്റിമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ടൈം 7 മാർക്ക് കൊടുക്കാം. പക്ഷേ അതിനിടയിൽ എന്താണോ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം സ്കൂളിൽ നിന്നുണ്ടാവണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് KV വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് KK രത്നകുമാരി, അഡ്വക്കേറ്റ് T സരള, UP ശോഭ, ഹരിത മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൽക്കളി അന്യം നിന്നു പോകാതിരിക്കാൻ അഴീക്കോട് അരയ സമാജം കൂട്ടായ്മ. അഴീക്കോട് തെക്കുംഭാഗം ശ്രീകൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് 41 കുട്ടികൾ കോൽക്കളിയിൽ അരങ്ങേറ്റം കുറിച്ചു. 7 മാസത്തെ കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് ഇവർ അരങ്ങിലെത്തിയത്. അഴീക്കോട് തെക്കുംഭാഗം ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ചാണ് KP അനിരുദ്ധൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ CA സുജിത്ത്, KP പ്രതാപൻ, KP സുധീഷ്, KP റിജേഷ്, സിദ്ധാർത്ഥൻ എന്നിവരുടെ ശിക്ഷണത്തിൽ 41 കുട്ടികൾ കോൽക്കളി അരങ്ങേറ്റം നടത്തിയത്. 2024 ഏപ്രിൽ 15 തുടക്കം കുറിച്ച കോൽക്കളി നീണ്ട 7 മാസത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷമാണ് വിജയദശമി നാളിൽ അരങ്ങേറിയത്. നാരായണ ഹരിയോ ഹരിയൊന്നു നാമത്തെ പാടുന്നേ, വാസുദേവ ഹരിയോ ഹരിയൊന്ന് വന്നിട്ടു കൈതൊഴുന്നേ. മലർ 8 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പരിശീലിപ്പിച്ചത്. ഇതിനായുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകി വന്നത് അഴീക്കോട് അരയ സമാജമാണ്. യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെയാണ് ഗുരുക്കന്മാർ നീണ്ടകാലത്തെ പരിശീലനത്തിലൂടെ കോൽക്കളി അഭ്യസിപ്പിച്ചത്. ക്ഷേത്രങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കോൽക്കളി അന്യം നിന്നു പോകാതിരിക്കാനാണ് അഴീക്കോട് അരയ സമാജം ഇതിനുവേണ്ടി മുൻകൈയെടുത്തത്. ഭക്തജനങ്ങളെ, ശ്രീ കൂറുമ്പാവതി ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. 7 മാസക്കാലം ഒരു തപസ് പോലെ ഈ ചെറിയ കുട്ടികളെ ഭഗീരഥ പ്രയത്നം നടത്തി ആത്മനിയന്ത്രണത്തോടുകൂടി ഇന്ന് അരങ്ങേറ്റം നടത്തിയ ഗുരുക്കന്മാർക്കും അവരുടെ സഹായികൾക്കും പൂർവികന്മാരായി ഈ കോൽക്കളിയുടെ നിയന്ത്രിച്ച് നമ്മളൊപ്പം ഇല്ലാത്ത അവരെയും ഈ കൂട്ടത്തിൽ ഒന്ന് സ്മരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയുള്ള കാലവും ഈ കഠിനാധ്വാനത്തിൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. അത് നിറവേറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാസപ്പടി കേസ് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂർ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല. മാസപ്പടി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് പാർട്ടി എതിർത്തത്. ഈ വിഷയത്തിൽ അതേ നിലപാട് തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ അതിലൊക്കെ വളരെ വ്യക്തമായ നിലപാട് മുമ്പേ സ്വീകരിച്ചിട്ടുള്ളതാണ്. കമ്പനികൾ തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളൊന്നും പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങളതിൽ ഇടപെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, മുഖ്യമന്ത്രിയെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരാനാണ് ശ്രമം. ആ ശ്രമം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ അന്നും ഇന്നും നാളെയും ഞങ്ങൾ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കും. അത്രയേ ഉള്ളൂ. കേസൊക്കെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ്. പല സന്ദർഭത്തിലും പല രീതിയിലുള്ള അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ SFIO കേസ് മാർക്സിസ്റ്റുകാരും BJPക്കാരും കൂടി സന്ധി ചെയ്ത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നായിരുന്നു വലിയ പ്രചരണം, മാധ്യമങ്ങൾ ഉൾപ്പെടെ. അപ്പോഴാണ് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വാർത്ത വരുന്നത്. അത് കുറച്ച് ദിവസം മുമ്പുള്ളതാണ്. ഇപ്പം അന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയില്ല. ഇന്നാണ് പത്രത്തിലല്ല മാധ്യമങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു CPM-ഉം BJP-യും ചേർന്നിട്ട് എന്ന് പറഞ്ഞവർ ഇന്ന് വീണ്ടും തിരുത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിരിക്കുന്നു, ഇനി വിടാൻ പോകുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോവുകയാണെന്ന്. ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ച് പഠിച്ച കുറേ മാധ്യമ ശൃംഖലയാണ് കേരളത്തിലുള്ളത്. യാതൊരു മനസാക്ഷി കുത്തുമില്ല, യാതൊരു മാനസികമായ പ്രയാസവും ഇല്ലാതെ പ്രചരിപ്പിക്കാൻ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്കില്ല. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു, കരാറാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സന്ധി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് സന്ധി ചെയ്തില്ല, വരാൻ പോവാണ്, പമ്പിച്ച രീതിയിലുള്ള കേസാണ് വരാൻ പോകുന്നത്, ആ കേസ് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോവാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞതും തെറ്റ്, ഇപ്പോൾ പറയുന്നതും തെറ്റ്. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് കാര്യം കൈകാര്യം ചെയ്താൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ ശക്തിയായിട്ട് മറുപടി പറഞ്ഞു മുൻപോട്ടേക്ക് പോകുന്നു മാത്രം. അല്ലാണ്ട് ഈ കേസിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറേ താല്പര്യമുള്ള കേസല്ല. നൌഷാദ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സംഗമവും അനുമോദന സദസ്സും തലശ്ശേരി പേപ്പർ പാലസിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് പോപ്സൺ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് പയ്യന്നൂരിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. നൌഷാദ് ചൊക്ലി അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ SI നൌഷാദ് മുഖ്യാതിഥിയായി. നൌഷാദ് അസോസിയേഷൻ സ്ഥാപക നേതാവ് നൌഷാദ് ആലവി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നൌഷാദ് ചക്കരക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. നൌഷാദുമാരുടെ മക്കളിൽ SSLC, +2, മദ്രസ വിദ്യാർത്ഥികൾക്കും മറ്റുന്നത വിജയികൾക്കും അനുമോദനവും നൽകി. സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് വടക്കുംപാട്, പ്രശസ്ത ഗായകൻ നൌഷാദ് തലശ്ശേരി, നൌഷാദ് ഇഞ്ചിക്കൽ എന്നിവരെ ആദരിച്ചു. നൌഷാദ് കുറുവ സ്വാഗതവും നൌഷാദ് പൊന്നംഗം നന്ദിയും രേഖപ്പെടുത്തി. നൌഷാദ് AV കൂടാളി പ്രോഗ്രാം നിയന്ത്രിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി നൌഷാദ് TP കൂടാളിയെയും വൈസ് പ്രസിഡന്റുമാരായി നൌഷാദ് കുറുവ, നൌഷാദ് പ്രൈം, ജനറൽ സെക്രട്ടറിയായി നൌഷാദ് വാരം, ജോയിന്റ് സെക്രട്ടറിമാരായി നൌഷാദ് സാറ, നൌഷാദ് സിറ്റി, ട്രഷററായി നൌഷാദ് പൊന്നകം എന്നിവരെയും തെരഞ്ഞെടുത്തു. നൌഷാദ് കുടുക്കിമുട്ട, നൌഷാദ് പുതിയതെരു, നൌഷാദ് സൈനാസ്, നൌഷാദ് ലൈക്ക്, നൌഷാദ് സൂപ്പർ എന്നിവർ നേതൃത്വം നൽകി. മദ്രസകൾക്കെതിരെയുള്ള ബാലാവകാശ കമ്മീഷൻ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് MV ഗോവിന്ദൻ. ഇത് മതധ്രുവീകരണം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റു സംസ്ഥാനങ്ങളിൽ മദ്രസ പഠനം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് കേരളത്തെ ബാധിക്കില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇതിനെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധം വസ്തുതാപരമാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകും. മതപഠനം പീഡനമാണെന്ന പ്രചരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മദ്രസകൾക്ക് ഗ്രാന്റ് നൽകുന്നില്ല. ഇതിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബാലാവകാശ കമ്മീഷന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മിറ്റി യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധവും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിക്കാത്തതും അതോടൊപ്പം തന്നെ മതധ്രുവീകരണത്തിന് ഇടയാക്കുന്നതുമായ ഒരു നിലപാടാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് എന്നും ഇപ്പോഴും തന്നെ വിമർശനാത്മകമായി രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും പ്രതികരണം വന്നുകൊണ്ടിരിക്കും. ഇത്തരം ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ മദ്രസകളെ പോലെയല്ല മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിലെ മദ്രസകൾ. നമ്മുടെ എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസമുണ്ട്.
പൊതുവിദ്യാഭ്യാസ സംവിധാനമുണ്ട്. അതിൽ മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കും നിശ്ചിത വയസ്സിൽ 1ാം ക്ലാസ് മുതലുള്ള ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസ അവകാശം വളരെ ഫലപ്രദമായിട്ട് ആദ്യം മുതലേ നടപ്പിലാക്കി 57 മുതൽ നടപ്പിലായ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ഉള്ള മദ്രസ സംവിധാനമല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഉള്ളത്. അവിടെ ഈ പ്രാഥമിക വിദ്യാലയങ്ങളൊന്നും പൊതു ഇടങ്ങളായി പൂർണ്ണമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് പല മേഖലയിലും ഈ മദ്രസ പഠനം പൊതുവിദ്യാഭ്യാസവുമായിട്ട് കലർന്നാണ് പോകുന്നത്. അപ്പം അതിൻ്റെ എല്ലാ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ മദ്രസകൾക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെ തന്നെയാണ്. നമുക്കാണെങ്കിൽ കേരളത്തിൽ മദ്രസാ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞ ആ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്നലെ രാത്രി കണ്ണൂർ നഗരത്തിൽ രഥഘോഷയാത്ര നടന്നു. കണ്ണൂർ ശ്രീ പിള്ളയാർ കോവിൽ, ശ്രീ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ, കാമ്പസാർ മുത്തുമാരി അമ്മൻ കോവിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 രഥങ്ങൾ രാത്രി 8:30 മണിയോടെ നാദസ്വരത്തോടുകൂടി പുറപ്പെട്ട് 10:30 മണിയോടെ കണ്ണൂർ നഗരത്തിലെ ചെമ്പോട്ടി ബസാറിലെത്തി. തുടർന്ന് വിവിധ കലാപ്രകടനങ്ങളും നടന്നു. തെക്കി ബസാർ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൽ നിന്നുള്ള രഥം 9 മണിയോടെ പുറപ്പെട്ടു. 10:30 മണിയോടെ ചെമ്പോട്ടി ബസാറിലെത്തി. 4 രഥങ്ങളും അവിടെ സംഗമിച്ചു. തുടർന്ന് കരകാട്ടം, കാവടിയാട്ടം, മയിലാട്ടം തുടങ്ങി കലാപ്രകടനങ്ങൾ ഏറെ നേരം നടന്നു. അർദ്ധരാത്രിയോടെ രഥങ്ങൾ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെത്തി. പ്രഭാത് ജംഗ്ഷനിൽ വച്ച് ചില ചടങ്ങുകൾ നടന്നു. ശേഷം രഥങ്ങൾ അതാത് ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി. പുലർച്ചെയോടെ രഥങ്ങൾ അതാത് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നതോടുകൂടി ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്രസ രംഗത്ത് കാലാനുസൃത മാറ്റമുണ്ടാക്കാനാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നതെന്ന് AP അബ്ദുള്ളക്കുട്ടി. ഉദ്ദേശം മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണമെന്നത് മാത്രമെന്നും അബ്ദുള്ളക്കുട്ടി. ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വിദ്യാലയ അധികൃതർ ജാഗ്രത കാണിക്കണം. കഴിഞ്ഞ തവണ ചെലവഴിക്കാതിരുന്നത് 17 കോടിയെന്നും PP ദിവ്യ. വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാൻ പ്രയത്നിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മാസപ്പടി കേസ് കമ്പനികൾ തമ്മിലുള്ള വിഷയമെന്ന് MV ഗോവിന്ദൻ. മദ്രസകൾക്കെതിരെയുള്ള നടപടി ഭരണഘടനാ വിരുദ്ധം. ഫലം മതധ്രുവീകരണമെന്നും ഗോവിന്ദൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.